രാജ്യതലസ്ഥാനം കൈയടക്കി പാറ്റകൾ. ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ദില്ലിയെ സ്തംഭിപ്പിച്ച് CJP പ്രതിഷേധത്തിനൊടുവിൽ ചർച്ചയ്ക്ക് വഴങ്ങി കേന്ദ്ര സർക്കാർ. ദില്ലിയിൽ അമിത്ഷാ, ധർമ്മേന്ദ്ര പ്രധാൻ നിർണായക കൂടിക്കാഴ്ച തുടരുകയാണ്. പാർലമെന്റിലാണ് കൂടിക്കാഴ്ച. വിഷ്ണു തലവൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഇന്ന് ദില്ലിയിൽ വലിയ പ്രതിഷേധമാണ് ഇരമ്പിയാർക്കുന്നത്. ആയിരക്കണക്കിന് മനുഷ്യർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാജ്യതലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുകയാണ്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുമെന്ന ഉറച്ച പ്രതിജ്ഞയോടുകൂടിയാണ് ഈ മനുഷ്യർ രാജ്യതലസ്ഥാനത്തേക്ക് എത്തുന്നത്. CJPയുടെ പ്രതിഷേധമാണെങ്കിലും എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള മനുഷ്യർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. ഇടതുകക്ഷികളും മറ്റ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നു. കർഷക സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് വലിയ തോതിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇന്ന് പാർലമെൻറ്റിലേക്കുള്ള പ്രതിഷേധ മാർച്ച് നടത്താൻ CJP തീരുമാനിച്ചത്. പക്ഷേ രാവിലെ മുതൽ തന്നെ പ്രതിഷേധക്കാരെ പോലീസ് തലങ്ങും വിലങ്ങും തല്ലി ഓടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണേണ്ടി വന്നത്. പല തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും പ്രതിഷേധം തകർക്കാൻ കഴിഞ്ഞില്ല, പ്രതിഷേധക്കാരെ തളർത്താൻ കഴിഞ്ഞില്ല. വലിയ തോതിൽ ജനാധിപത്യ പ്രതിഷേധം ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഉയരുകയാണ്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനത്തോടു കൂടിയാണ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഈ സമരത്തിൽ ഭാഗമാകാൻ തലസ്ഥാനത്തേക്ക് എത്തിയത്. ആയിരക്കണക്കിന് പോലീസുകാരെയാണ് ഈ ജനാധിപത്യ സമരത്തെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ജനാധിപത്യ സമരങ്ങളെ ഇത്രമാത്രം ഭയപ്പെടുന്ന ഒരു സർക്കാർ ഇതുവരെ രാജ്യത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുമുള്ള പ്രതിഷേധം ഈ രാജ്യത്ത് അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച ഒരു ജനാധിപത്യ സംവിധാനത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന വലിയ ചോദ്യം ഉയർന്നു വരുമ്പോഴാണ് അടികൊണ്ടാലും വെടികൊണ്ടാലും പിന്മാറില്ല എന്ന പ്രഖ്യാപനത്തോടെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മനുഷ്യർ ദില്ലിയിലേക്ക് മാർച്ച് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഇന്ന് ജന്തർ മന്ദറിലും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലും ഒക്കെ തന്നെ പതിനായിരക്കണക്കിന് മനുഷ്യർ ഒത്തുകൂടി രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കും എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള CJP പ്രതിഷേധമാണ് ഇന്ന് വലിയ തോതിലുള്ള ജനകീയ പ്രതിരോധമായി മാറുന്നത്. ഇടതു പാർട്ടികൾ, സമാജ്വാദി പാർട്ടി, NCP തുടങ്ങി ഈ രാജ്യത്തെ മിക്ക പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ഈ സമരത്തിന് വലിയ പിന്തുണ പ്രഖ്യാപിച്ചു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട്, ബിജു കൃഷ്ണൻ അടക്കമുള്ളവർ ഇന്ന് ജന്തർ മന്ദറിലെത്തി. കഴിഞ്ഞ ദിവസങ്ങളിലും CPIM നേതാക്കൾ, CPI നേതാക്കളൊക്കെ തന്നെ സോനം വാങ്ചുക്കിന് വലിയ പിന്തുണയുമായി അവിടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാം. ലൈവ് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലായ യുവത ഒന്നടങ്കം ഈ സർക്കാരിനെതിരായി രംഗത്ത് വരികയാണ്. പല തവണ നീറ്റ് ചോദ്യപേപ്പർ ചോരുകയാണ്. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ കരിഞ്ചന്തയിൽ 30 ലക്ഷം രൂപയ്ക്കും 40 ലക്ഷം രൂപയ്ക്കും വിൽപ്പന നടത്തുന്ന വലിയ കോക്കസ് പ്രവർത്തിക്കുന്നു. NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യപേപ്പറൊക്കെ ചോർന്നത് എന്ന യാഥാർത്ഥ്യം അന്വേഷണത്തിൽ പുറത്തു വരുമ്പോൾ പോലും ഇതിൻ്റെ എല്ലാം ഉത്തരവാദിയായിട്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പ്രതികരണവുമില്ല, പ്രധാനമന്ത്രിക്കും ഒരു പ്രതികരണവുമില്ല. ഈ രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവി എന്തായാലും തങ്ങളിൽപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ട സ്ഥാനങ്ങൾ ഉറപ്പാക്കാൻ BJP സർക്കാർ വളരെ ശ്രദ്ധയാണ് പുലർത്തുന്നത്. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, രാജ്യ തലസ്ഥാനം സമാനതകളില്ലാത്ത പ്രതിരോധത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇനിയും ഒരുപാട് ജനങ്ങളുണ്ട്, യുവതയുണ്ട് എന്ന് തെളിയുകയാണ്. വിഷ്ണു, ഷമി, തീർച്ചയായിട്ടും വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് യുവാക്കളുടെ പ്രതിഷേധത്തെ അത് ഒരു തരത്തിലും അടിച്ചമർത്താൻ കഴിയുകയില്ല എന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലാകുന്ന നിമിഷങ്ങളിൽ കൂടി തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ നിരവധി തവണയാണ് പോലീസ് വിദ്യാർത്ഥി സംഘർഷം ഉടലെടുത്തത്. വലിയ തോതിൽ രാവിലെ മുതൽ തന്നെ ജന്തർ മന്ദറിലടക്കം വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രൂരമായിട്ടുള്ള അതിക്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന്, സുരക്ഷാ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇവർക്കെതിരെ വലിയ തോതിൽ ലാത്തി ചാർജ് അടക്കം പലതവണ പോലീസ്, സുരക്ഷാ സേന ലാത്തി ചാർജ് അടക്കം
പലതവണ അത്തരത്തിൽ ലാത്തിചാർജ് അടക്കം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്രമാത്രം അതിക്രമം ഉണ്ടായാലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കില്ല എന്ന ഉറച്ച തീരുമാനം നമുക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ കാണാൻ കഴിയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ രാജ്യതലസ്ഥാനം രാവിലെ മുതൽ സ്തംഭിച്ച ഒരു സാഹചര്യം തന്നെയാണ്. കാരണം നിരവധി തവണ ഈ ടിയർ ഗ്യാസ് ഇറങ്ങിയിട്ട് പോലും പ്രയോഗിച്ചിട്ട് പോലും വിദ്യാർത്ഥികൾ ഇപ്പോഴും പിരിഞ്ഞു പോകുന്നില്ല. വിദ്യാർത്ഥികൾക്കെതിരെ നിരവധി തവണ ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥികൾക്കെതിരെ ടിയർ ഗ്യാസ് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഏത് വിധേനയും ഈ സമരത്തെ അടിച്ചമർത്തുക അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഇവിടെ നിന്നും മാറ്റുക എന്നതൊക്കെയാണ് പോലീസ് അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരവധി റൗണ്ട് ടിയർ ഗ്യാസ് വിദ്യാർത്ഥികൾക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട്. ജൻപത്ത് റോഡിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പാർലമെന്റ് സ്ട്രീറ്റിലായിരുന്നു. റൈസാന റോഡിലടക്കം വിദ്യാർത്ഥികൾ കടന്നു കയറിയിരുന്നു. പോലീസ് പല ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ആ ബാരിക്കേഡുകളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധക്കാർ ഇന്ന് പാർലമെന്റിന് മുന്നിലേക്ക് പോലും എത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധം പാർലമെന്റിന് തൊട്ട് മുന്നിലേക്ക് എത്തിയപ്പോൾ അത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പാർലമെന്റിന്റെ ഗേറ്റ് അടയ്ക്കേണ്ട ഒരു ഘട്ടം പോലും എത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ പോലീസിന്റെ കണക്കുകൂട്ടലുകളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തന്നെ പ്രസക്തമാക്കിക്കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. മണിക്കൂറുകൾ ആയിട്ടുള്ള സമരം തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് നിലനിൽക്കുന്നത്. മണിക്കൂറുകളായി രാജ്യ തലസ്ഥാനം സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തെ അത്തരത്തിൽ അടിച്ചമർത്താൻ കഴിയുകയല്ല എന്ന ഒരു ബോധ്യം കേന്ദ്ര സർക്കാരിന് വന്ന സാഹചര്യത്തിൽ ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ JP നദ്ദയും തമ്മിൽ പാർലമെന്റിൽ കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. പാർലമെന്റിൽ അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുമായി കേന്ദ്ര സർക്കാർ കൂടിക്കാഴ്ച നടത്തും. ഒരുപക്ഷെ ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തെ അത്തരത്തിൽ അടിച്ചമർത്താൻ കഴിയുകയില്ല എന്നതുകൊണ്ട് തന്നെ ഒരു അനുനയത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുന്നുണ്ട്. ഷമി, തീർച്ചയായും വിഷ്ണു, രാജ്യ തലസ്ഥാനത്ത് വലിയ പ്രതിഷേധം ഇരമ്പിയാർക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും നിലനിർത്താൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കണമെന്ന തിരിച്ചറിവ് ഈ ഒരു സമരത്തിന് പ്രചോദനമാകുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ വിഷ്ണു, കോൺഗ്രസ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും CJP സമരത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഒരക്ഷരം പോലും പ്രതികരിക്കാതെ ഇരുവരും മടങ്ങുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. വിഷ്ണു, ഷമി, തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് CJP സമരത്തെ പിന്തുണയ്ക്കാത്ത ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചു വരുന്നത്. പ്രത്യേകിച്ച് ഈ രാജ്യത്തെ യുവാക്കളൊക്കെ തന്നെ തെരുവിൽ അതിശക്തമായിട്ടുള്ള സമരം, അത് നീറ്റ് പേപ്പർ ചോദ്യപേപ്പർ ചോർച്ച, അതിനെ തുടർന്ന് 22ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥി സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഏത് വിധേനയാണോ ഈ ഒരു സമരത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നത്, അതേ തലത്തിൽ തന്നെ BJP സമരത്തോട് മുഖം തിരിച്ച് നിൽക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സ്വീകരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അതിൽ ഈ സമരത്തിന് തുടക്കം മുതൽ തന്നെ ഒരു പിന്തുണ നൽകുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പിന്തുണയുണ്ട്. പ്രത്യേകിച്ച് അഭിജിത്ത് ദീപ്കെ ജന്തർ മന്ദറിൽ സമരം തുടങ്ങിയത് മുതൽ ആ ഒരു സമരത്തിന് ഇടത് വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള SFI, ISAF, AISF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ തന്നെ ഈ ഒരു പ്രതിഷേധത്തിന് പിന്തുണ നൽകി വരുന്നുണ്ട്. അതോടൊപ്പം ഇടത് നേതാക്കളൊക്കെ തന്നെ പിന്തുണച്ചിരുന്നു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ പല ഘട്ടങ്ങളിലും ഈ സമരവേദിയെ സന്ദർശിച്ചാണ്. ഇന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ ആദ്യത്തെ അടിച്ചമർത്തൽ അല്ലെങ്കിൽ അവർക്കെതിരെ ഈ ഒരു ലാത്തിചാർജ് ഉണ്ടായ ഘട്ടത്തിൽ തന്നെ CPIM ജനറൽ സെക്രട്ടറി MA ബേബി അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ
വൃന്ദ കാരാട്ട്, ബിജു കൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ആ ഘട്ടത്തിൽ തന്നെ ജന്തർ മന്ദറിലേക്ക് എത്തി പോലീസ് നടപടിയിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പിന്തുണയും പോലീസ് നടപടിക്ക് എല്ലാ പിന്തുണയും ഈ ഒരു പ്രതിഷേധത്തിന് അറിയിക്കാൻ ചെയ്തൊരു ഘട്ടം ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ സോനം വാങ്ചുക്കിനെ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത നടപടിക്കെതിരെയും SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള ആദർശൻ സജി, അതോടൊപ്പം ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഐഷി ഘോഷ്, ഇരുവരുടെയും നിരാഹാര സമരവും ജന്തർ മന്ദറിൽ തുടരുന്ന സാഹചര്യമാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ ദിനമാണ് ആദർശൻ സജിയുടെയും ഐഷി ഘോഷിന്റെയും നിരാഹാര സമരം ജന്തർ മന്ദറിൽ തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇടതുപക്ഷം കൃത്യമായി തന്നെ ഒരു പിന്തുണ ഈ സമരത്തിന് നൽകുന്നുണ്ട്. ഇടതുപക്ഷം മാത്രമല്ല വിഷ്ണു, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ ഒക്കെ ആശങ്കയോടുകൂടിയാണ് ഈ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഇക്കാര്യത്തിലുള്ള പ്രതികരണത്തെ നോക്കുന്നത്. ഒരുപക്ഷെ ഈ രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട സമരങ്ങളുടെ സമയത്തൊക്കെ തന്നെ ഈ നിസ്സംഗത രാഹുലും കോൺഗ്രസും പ്രകടിപ്പിക്കുന്നു. നമുക്കറിയാം, അയോധ്യയിലെ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ ഒരു മോഷണം നടക്കുന്നു. രാജ്യത്തിലെ പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ സംഘപരിവാറിൻ്റെ ആൾക്കാർ ക്ഷേത്രം മുതൽ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യത്തിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. പക്ഷേ ഇക്കാര്യത്തിലൊന്നും ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും വലിയൊരു സമരം സർക്കാരിനെതിരായി, കേന്ദ്ര സർക്കാരിനെതിരായി ഉയർന്നു വരുമ്പോൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാനെങ്കിലും പോട്ടെ, അതിനൊരു പിന്തുണ നൽകാനെങ്കിലും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കോൺഗ്രസിനും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഇന്ന് ഇന്ത്യ സഖ്യത്തിൽ അവശേഷിക്കുന്നത് കോൺഗ്രസ് മാത്രമാണ്. യഥാർത്ഥത്തിൽ മറ്റ് ഘടകകക്ഷികളെ മുഴുവൻ പിണക്കി അയക്കുന്ന പ്രവർത്തനം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം DMK പോലും ഈ സഖ്യത്തിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞ് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ രാജ്യത്ത് BJPയുടെ ഈ ഒരു ഭരണം, ഈ ഒരു ഫാസിസ്റ്റ് ഭരണം തുടരട്ടെ, അതിൽ തങ്ങൾക്ക് വിഷമമൊന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ഷമി, കോൺഗ്രസ് മിക്കപ്പോഴും ഈ ഇന്ത്യ സഖ്യത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യത്തെയൊക്കെ തന്നെ ഇല്ലാതാക്കുന്ന നിലപാട് തന്നെയാണ് പല ഘട്ടങ്ങളിലും സ്വീകരിച്ചു പോരുന്നത്. അത് ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടങ്ങളിൽ പോലും സ്വന്തം സഖ്യകക്ഷികൾക്കെതിരായി പോലും സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് സഖ്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന നിലപാട് കോൺഗ്രസ് പല ഘട്ടങ്ങളിൽ സ്വീകരിച്ചു വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെയും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്ന പല വിഷയങ്ങളിലും കൃത്യമായി പ്രതികരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അയോധ്യ രാമക്ഷേത്ര കൊള്ളയാണ്. അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ രാഹുൽ ഗാന്ധി ഒരു വാചകം കൊണ്ടുപോലും അതിനെ എതിർക്കാനൊന്നും തയ്യാറായിരുന്നില്ല. പക്ഷേ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുന്നേ മാത്രം ഒരു കത്തയച്ച് പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യം മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു നിലപാട് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പമാണ് ഈ CJP പ്രതിഷേധത്തോടുള്ള രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്ന് പറയുന്നത്. കാരണം രാജ്യത്തെ വിദ്യാർത്ഥികളെല്ലാം തന്നെ തെരുവിലിറങ്ങിയിട്ടും ആ പ്രതിഷേധത്തെ പോലും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത്. ഷമ്മി, തീർച്ചയായും ദില്ലിയിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. CJPയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരായി സമരത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യം ഇതുവരെയും അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് പാർലമെൻറ്റിലേക്ക് വലിയ പ്രതിഷേധം ഉയർത്താൻ വേണ്ടി CJP തീരുമാനിച്ചത്. പക്ഷേ രാവിലെ എത്തിയ പ്രവർത്തകരെ പോലീസ് ലാത്തിച്ചാർജ് ചെയ്ത് പിരിച്ചുവിടാനുള്ള വലിയ നീക്കങ്ങൾ നടന്നു. അതിക്രൂരമായ മർദ്ദനമാണ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. ടിയർ ഗ്യാസ് പല പ്രാവശ്യം പ്രയോഗിച്ചു. എന്നിട്ടും പിരിഞ്ഞു പോകാതെ നൂറുകണക്കിന് ആയിരക്കണക്കിന് യുവാക്കളും പ്രവർത്തകരുമൊക്കെ അവിടെ തമ്പടിക്കുന്ന കാഴ്ചയാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ CJP നേതാക്കന്മാരെ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം വരുന്ന വിവരം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്.